ഹായ് ഗൈസ്, ഇന്ന് തിരുവോണമാണ്. അപ്പോൾ ഇവിടെ തൃക്കാതിരപ്പന വെക്കാൻ വേണ്ടി ഈ മാവ് കൊണ്ട് ഇങ്ങനെ അണിയ കേട്ടോ. ഇന്നലെ തന്നെ തൃക്കാതിരപ്പനയും പിന്നെ അമ്മിയും അങ്ങനെ ഉരുളിയും എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പലരുടെയും വീട്ടിൽ പല മാതിരി ആവട്ടെ ഇങ്ങനെ അണിയ. നിങ്ങളുടെ വീട്ടിലെങ്ങനെ അണിയൽ? ഇതുപോലെ തന്നെയാണോ? അത് പറയണേ. ഞങ്ങൾ തൃക്കാതിരപ്പനെ വെക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. എല്ലാവരും ഇങ്ങനെ തന്നെ ആവുമല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ സൈഡും അച്ചിച്ചനാണ് ചെയ്യുന്നത്. എല്ലാവരും അച്ചിച്ചൻ ചെയ്തതിന് ശേഷം തൃക്കാതിരപ്പനൊക്കെ ഇങ്ങനെ എന്തോ ചുറ്റി അങ്ങനെ എന്തോ സംഭവമുണ്ട്. അപ്പോൾ ആ ചുറ്റി കഴിഞ്ഞാൽ ഒക്കെ അച്ഛനും ഒക്കെ കൂടും. അച്ചിച്ചൻ എല്ലാ സൈഡിലും അണിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തൃക്കാതിരപ്പനെ വയ്ക്കും. പിന്നെ തൃക്കാതിരപ്പന് ചോറും പിന്നെ പായസവും പപ്പടമൊക്കെ വെച്ച് കൊടുക്കും. പിന്നെ പൂവൊക്കെ വയ്ക്കും. എന്നിട്ട് ഇങ്ങനെ ഭംഗിയാക്കും തൃക്കാതിരപ്പന്. മറ്റേ പലകേൻ്റെ മുകളിൽ ഇലയൊക്കെ വെച്ചിട്ട് സെറ്റാക്കും. പിന്നെ സദ്യ കഴിക്കലിൽ കുറേ വിഭവങ്ങൾ ഉണ്ടാവുമല്ലോ, പറയേണ്ട ആവശ്യമില്ല. കുറേ വിഭവങ്ങളുണ്ടാവും. അണിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം തൃക്കാതിരപ്പന കൊടുത്തിട്ടാട്ടോ ഇത് കഴിക്കും ചെയ്യുക സദ്യ. അപ്പം നിങ്ങളുടെ വീട്ടിലും അങ്ങനെ തന്നെയല്ലേ? എല്ലാവരുടെ വീട്ടിലും അങ്ങനെ തന്നെ ആവുമല്ലേ? ഇനി ഞങ്ങൾ ഓണക്കളികളുടെയും പിന്നെ മറ്റേ കുറേ ഫോട്ടോഷൂട്ടും അങ്ങനത്തെ ഐറ്റംസിൻ്റെയൊക്കെ വീഡിയോ അങ്ങനെയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ, അതിനൊക്കെ സോറി. അപ്പോൾ തൃക്കാതിരപ്പനൊക്കെ വെച്ച് ഇപ്പം ഞങ്ങൾ ചുറ്റി എല്ലാം വെച്ചതിന് ശേഷം ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. സദ്യ കഴിക്കുമ്പോൾ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും ഒപ്പിരുന്നാവും കേട്ടോ കഴിക്കുക. ഓണത്തിൻ്റെ വീഡിയോസും നമ്മുടെ കൂടെ വരുന്നുണ്ട്, ബാക്കിയുള്ള വീഡിയോസൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും അതും കാണണേ. എങ്ങനെയാണ് തൃക്കാതിരപ്പനൊക്കെ ഞങ്ങൾ ഒരുക്കാറുള്ളത്. കുറേ പൂക്കളൊക്കെ വെച്ചിട്ട് സെറ്റാക്കും. പിന്നെ വിളക്കും പിന്നെ ഈ കിണ്ടിയും എല്ലാം വയ്ക്കും. അച്ഛനും കൂടും കേട്ടോ, അച്ഛനും കൂടും. പിന്നെ അമ്മ അങ്ങനെ ചുറ്റണേനും കൂടും. അപ്പോൾ തൃക്കാതിരപ്പന ഫൈനലി ഇങ്ങനെയാണ് ഉള്ളത് കേട്ടോ. രസമില്ലേ കാണാൻ? പിന്നെ ഈ തിരുവോണം സുഖം എന്നൊക്കെ എഴുതി വെച്ചിട്ട് ബാക്കി ഇങ്ങനെയൊക്കെ വെക്കും. പിന്നെ ഇങ്ങനെ മുണ്ടിൻ്റെയോ തോർത്തിൻ്റെ ഒക്കെ വെച്ചിട്ട് ഈ സംഭവം ചെയ്യാറുണ്ട്. അതും എല്ലാവരും ചെയ്യുന്നുണ്ടാവും എന്ന് തോന്നുന്നു. പിന്നെ ഇത് ഈ ഒരു കൈ വെക്കില്ലേ, അത് അടിപൊളിയാണ്. അതെനിക്കിഷ്ടമാട്ടോ ഭയങ്കര. അപ്പോൾ ഇതാ ഇനി സദ്യ മെയിൻ എന്ന് പറഞ്ഞ മെയിൻ. അപ്പോൾ എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും എല്ലാവർക്കും ഹാപ്പി ഓണം.